മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സത്യമേ വജയതേ, സത്യം മാത്രമേ വിജയിക്കൂ. എത്ര സുന്ദരമായ വാർത്തയാണ് ഈ ഓണക്കാലത്ത് രാജ്യസ്നേഹികൾക്കിടയിലേക്ക് എത്തിയിട്ടുള്ളത്. പാലത്തായി കേസിലെ പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതിയെ മരവിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നീതി മാഷിനൊപ്പമായതുകൊണ്ട് നമ്മൾ നിരന്തരം നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പോപ്പുലർ ഫ്രണ്ടുകാരുടെ അജണ്ടയുടെ ഭാഗമാണ്. ഇത് കേരളത്തിലെ വർഗീയവാദികളായിട്ടുള്ള സുഡാപ്പികളുടെ അജണ്ടയാണ്. ഇത് ഇടത് ഭരണകൂടം ഒരുമിച്ചിട്ടുള്ള അവരുടെ ഭരണകൂട ഭീകരത കൂടിയാണ് പത്മരാജൻ മാഷിനെതിരെ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞിരുന്നു. അത് ശരിവെച്ചുകൊണ്ടുള്ള വിധിയാണിപ്പോ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിധി പുറത്തു വന്നതോട് കൂടിയിട്ട് മരവിപ്പിച്ചു എന്ന് പറയുന്ന ഈ വിധി പുറത്തു വന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഇടതുപക്ഷം അതേപോലെ തന്നെ സകല സുഡാപ്പികളും കൂടി UDFും സംഘികളും കൂടി എന്തോ ടൈയപ്പാണ് എന്നൊക്കെയാ ഉളുപ്പില്ലാതെ ഇപ്പോ പ്രചരിപ്പിക്കുന്നത്. അത്തരം സകല ആളുകളോടും കൃത്യമായിട്ട് കുറച്ച് തെളിവുകൾ അങ്ങ് മുന്നോട്ട് വെച്ച് വരാം. ആദ്യം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദിച്ചു മുന്നോട്ട് പോയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രേംരാജ് എന്താണ് പറയുന്നത് എന്നൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. ഒരു മുസ്ലിം അധ്യാപിക പോലും സത്യത്തിനൊപ്പം നിന്നുകൊണ്ട് പത്മരാജൻ മാഷിനൊപ്പം നിന്നത്. സകല സുഡാപ്പികളും പോപ്പുലർ ഫ്രണ്ട് ഇടത് ഭരണകൂടം പോലും പത്മരാജൻ മാഷിനെ വേട്ടയാടുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു മുസ്ലിം അധ്യാപിക നീതിക്കൊപ്പം നിന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് കേട്ടു നോക്കും. പ്രോസിക്യൂഷൻ ആ കേസിൽ അദ്ദേഹത്തെ ക്രോസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ എവിഡൻസ് ഇപ്പോഴും ആ കേസിൽ അൺചാലഞ്ചഡ് ആയിട്ട് നിലനിൽക്കുകയാണ്. അത് കൂടാതെ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആ സ്കൂളിലെ അധ്യാപികയായ ശ്രീമതി ലൈലാബി ടീച്ചറാണ്. ലൈലാബി ടീച്ചർ സത്യം പറഞ്ഞതിന് ഈ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്നും ക്രൂരമായ ഈ അപമാനവും ഇതും മറ്റും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ലൈലാബി ടീച്ചർ. ആ ടീച്ചർ കോടതി മുമ്പാകെ പറഞ്ഞു, ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പ് കുട്ടിയുടെ മാമന്റെ വീട്ടിൽ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പറഞ്ഞു, ഈ മാഷ് എന്തെങ്കിലും കേസിൽ പെടുത്തി ഒഴിവാക്കിക്കൂടി ടീച്ചറെ എന്ന് ചോദിച്ചു. ആ എവിഡൻസും അൺചാലഞ്ചഡ് ആയിട്ട് കോടതി മുമ്പാകെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ രാഷ്ട്രീയ ശക്തികളുടെയും സാമുദായിക ശക്തികളുടെയും എതിർപ്പിനെയും സോഷ്യൽ മീഡിയയിലുള്ള കടുത്ത അറ്റാക്കിനെതിരെയും ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് കേസ് നടത്തേണ്ടി വന്നത്. നിങ്ങൾ കേട്ടില്ലേ, അഡ്വക്കേറ്റ് പ്രേംരാജ് ഈ കേസ് ഏറ്റെടുത്തത് മുതൽ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ സുഡാപ്പികൾ ഉൾപ്പെടെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. അതിനേക്ക് മറികടന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് പ്രേംരാജിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. അദ്ദേഹം പറയുന്നത് സകല മലയാളികളും കേട്ടില്ലേ, ലൈലാബി അതായത് മുസ്ലിം അധ്യാപിക അവരുടെ അടുത്തേക്ക് കുട്ടിയുടെ മാമന് അവരോട് പറയുന്നുണ്ട് കൃത്യമായിട്ട്, എന്തെങ്കിലും കൊടുത്തൂടെ, എന്തെങ്കിലും ചെയ്തുകൂടെ, അതായത് അധ്യാപകരെ അങ്ങ് പെടുത്തിക്കൂടെ എന്ന് പച്ചക്ക് മാമൻ ചോദിച്ചു എന്നുള്ളത് ലൈലാബി മുസ്ലിം അധ്യാപിക കോടതിയിൽ പറഞ്ഞു എന്നുള്ളതല്ലേ കൃത്യമായിട്ട് വക്കീല് വിളിച്ചു പറയുന്നത്. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം, ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടത് ഭരണകൂടത്തിന്റെ ഒരുമിച്ചിട്ടുള്ള ഒരു കൂട്ട ആക്രമണമായിരുന്നു പത്മരാജൻ മാഷിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് കേസ് അന്വേഷിച്ചിട്ടുള്ള ലോക്കൽ പോലീസ്, കേസ് അന്വേഷിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഇവരൊന്നും തന്നെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും കണ്ടെത്താഞ്ഞിട്ട് പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഇടത് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥര് ഇന്ന് CPMന്റെ കൗൺസിലറാ. സകല വിവേകമുള്ള മലയാളികളും ഇതൊക്കെ തിരിച്ചറിയണം. ഇത് പോപ്പുലർ ഫ്രണ്ട് എത്രത്തോളം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് പത്മരാജൻ മാഷിനെതിരെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ സമയത്ത് പോപ്പുലർ ഫ്രണ്ട് ഹാൻഡിലുകള് വലിയ രീതിയിൽ അവരുടെ വിജയമായിട്ട് ആഘോഷിച്ചതിന്റെ ഒരു ഉദാഹരണം ഒരു റിയാസ് എന്ന് പറയുന്ന ഒരുത്തൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം.
പാലത്തായി കേസിന്റെ വിജയത്തിന്റെ അവകാശവാദം ഇന്ന് പലരും ഏറ്റെടുക്കുമ്പോൾ ആ കേസിന്റെ പേരിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ച ഒരു മനുഷ്യരുണ്ട് കടവത്തൂരിൽ. സ്വന്തം വീടും സ്ഥലവും NIA വന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോയിട്ടും പോരാട്ടത്തിന്റെ വഴിയിൽ ഒരടി പോലും പിന്നോട്ട് വെക്കാത്ത ഹാറൂൺ കടവത്തൂർ രഹസ്യമായി പരസ്യമായി പ്രലോഭിപ്പിച്ചു ഭീഷണിപ്പെടുത്തിയുമെല്ലാം ഇദ്ദേഹത്തോട് കേസിൽ നിന്ന് പിന്മാറാൻ സംഘപരിവാരം നിരന്തരം ആവശ്യപ്പെട്ടു. പലതരത്തിലും പല കോലത്തിലും സമ്മർദ്ദങ്ങൾ വന്നു. എന്നിട്ടും ശത്രുവിന് മുമ്പിൽ ഒരിഞ്ച് പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല ഈ മനുഷ്യൻ. പോപ്പുലർ ഫ്രണ്ട് നിരോധന സമയത്ത് ദേശീയ സംസ്ഥാന നേതാക്കളുടെ എല്ലാം സ്വത്തുക്കൾ NIA ജപ്തി ചെയ്ത് കൊണ്ടുപോയെങ്കിലും ഒരു സാധാരണ പ്രാദേശിക നേതൃത്വം മാത്രമായിരുന്ന ഹാറൂൺ സാഹിബിന്റെ സ്വത്തുക്കൾ കേന്ദ്രത്തിൽ നിന്ന് വന്ന സംഘം പിടിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ പാലത്തായി കേസ് ഒരു ഘടകമായി പ്രവർത്തിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. സംഘികളുടെ കണ്ണിലെ കരടായി എന്നതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം. ഓർക്കുക, വീടും പറമ്പുമാണ് നഷ്ടമായത്. എന്നിട്ടും നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തന പാതയിൽ ഇന്നും അതേ നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ അദ്ദേഹമുണ്ട്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് മുന്നറിയിപ്പുമായി ഒരു ഹാറൂൺ എന്നൊക്കെ പറയുന്ന NIA പോലും അന്വേഷണം നടത്തിയിട്ടുള്ള, NIA പോലും തൂക്കിയെടുത്തിട്ടുള്ള ഹാറൂൺ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് ഹാൻഡിലുകള് വലിയ ആഘോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്തെ പത്മരാജൻ മാഷിനെതിരെ കോടതി വിധി പറഞ്ഞ സമയത്ത് അതോ ഞങ്ങളാണ് ചെയ്തത്, പോപ്പുലർ ഫ്രണ്ട് ഇടത് ഭരണകൂടം കൂടി ഒരുമിച്ച്. നമുക്കറിയാം ഇത്തവണയും SDPI ഒപ്പം നിന്നിട്ടുള്ളത് LDFനൊപ്പമാണ്. UDFനൊപ്പം എന്ന് പറയുന്നു, LDFനൊപ്പം എന്ന് പറയും. ഇവര് ഈ SDPI ഒക്കെ ഈ രണ്ട് കൂട്ടർ വന്നാലും പ്രശ്നമില്ല എന്നുള്ളതും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാ. എന്നാൽ SDPIക്ക് ഇവരാര് ഭരിച്ചാലും സകലതും ഇവിടെ നടക്കും. ഈ പത്മരാജൻ മാഷെ പോലും പെടുത്തിയതാണ് എന്ന് അന്നത്തെ IG ശ്രീജിത്തിന്റെ ഒരു ഫോൺ കോൾ റെക്കോർഡ് കേരളം ഒന്നടങ്കം ചർച്ചയായതല്ല. ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കോൾ ചെയ്ത സമയത്ത് ഇതിനൊരു തെളിവില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതാ. എന്നിട്ട് പോലും പ്രത്യേക സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ എങ്ങനെ തെളിവ് ഉണ്ടാക്കി കണ്ടെത്തി? സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടതാ, ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ സുഡാപ്പികളുടെ ഇടതു ഭരണകൂടത്തിന്റെ ഭീകരതയുടെ ഭാഗമായിട്ടാണ് പത്മരാജൻ മാഷെ വേട്ടയാടിയത്. അദ്ദേഹം ഈ പൗരത്വ നിയമ ഭേദഗതിയൊക്കെയായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നൊരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുകച്ചു ചാടിക്കണം എന്നുള്ളത് സുഡാപ്പികളുടെ ഇടതുപക്ഷത്തിന്റെ ഒക്കെ ഒരു വലിയ അജണ്ടയായിരുന്നു. നമ്മൾ പ്രത്യേകം ഓർക്കണം, ആ വിദ്യാലയത്തിലെ അധ്യാപിക പോലും ഇന്നും നിൽക്കുന്നത് ആർക്കൊപ്പം? പത്മരാജൻ മാഷിനൊപ്പം. ഏതെങ്കിലും അധ്യാപികയോ അധ്യാപകരോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ലളിതമായ ചോദ്യ, അധ്യാപകനൊപ്പം നിൽക്കില്ല. ഇത് സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം. മുൻ DYSP അബ്ദുൾ റഹീം കൃത്യമായിട്ട് ഫേസ്ബുക്കിലൂടെ നിരന്തരം രംഗത്തെത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന് കൃത്യമായിട്ട് അബ്ദുൾ റഹീം. അതേപോലെ തന്നെ ലൈലാബി, ഇത് സംഘികൾ എന്തോ ചെയ്തു എന്നല്ല, രാജ്യസ്നേഹികൾ നീതിക്കൊപ്പമാണ് നിൽക്കുന്നത്. പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് പത്മരാജൻ മാഷ് നിരപരാധിയാണ് എന്ന് ഇവിടെയുള്ള രാജ്യസ്നേഹികൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെ ശരിവെക്കുന്നതിലേക്കാണ് ഹൈക്കോടതിയും ഇപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സുന്ദരമായ ഈ വിധി തന്നെ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പത്മരാജൻ മാഷ് മുക്തനാവുന്ന വാർത്തക്ക് നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം.